Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. വഴിക്കടവിൽ പന്നിയെ കുടുക്കാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ആമാടൻ സുരേഷ്, ശോഭ ദമ്പതികളുടെ മകൻ മണിമുളി CKHS 10ാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു എന്ന അനന്തുവാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നിലയും ഗുരുതരമാണ്. വഴിക്കടവ് വെള്ളക്കെട്ട് എന്ന സ്ഥലത്താണ് ദാരുണമായ സംഭവമുണ്ടായത്. 5 ആൺകുട്ടികൾ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. വഴിയിലുണ്ടായിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്. ഇവരിൽ 4 പേർക്കും പരിക്കേറ്റു. ബന്ധുക്കളായ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 23-കാരനായ യദു കൃഷ്ണൻ, 17-കാരനായ ഷാനു വിജയ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അനധികൃതമായാണ് പന്നിക്കണി ഒരുക്കിയിട്ടുള്ളത്. KSEB ലൈനിൽ നിന്ന് നേരിട്ട് പന്നിക്കണിയിലേക്ക് വൈദ്യുതിക്കായി ലൈൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്. പരിക്കേറ്റ ഒരു കുട്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരാളെ പാലാട് സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. സ്ഥലത്ത് വന്യജീവി ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ രാത്രി തന്നെ രംഗത്തിറങ്ങി. സർക്കാർ വീഴ്ച ആരോപിച്ച് സമരവുമായി രംഗത്തിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. നിലമ്പൂരിൽ BJPയുടെ നേതൃത്വത്തിലും ഉപരോധ സമരം നടന്നു. വന്യജീവി ശല്യം രൂക്ഷമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫെൻസിംഗ് സ്ഥാപിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നതെന്നും വൈദ്യുതി ലൈനിൽ നിന്ന് പന്നിക്കണിയിലേക്ക് വൈദ്യുതിക്കായി ലൈൻ വലിച്ചതിൽ KSEBയുടെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നും കോൺഗ്രസ് വിമർശിക്കുന്നു. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണിതെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിമർശനം ഉന്നയിച്ചു. ഷോക്കടിച്ചു മരിക്കാൻ തക്ക വിധത്തിൽ പന്നിക്കണിയിൽ വൈദ്യുത പ്രവാഹമുണ്ടായതിൽ അന്വേഷണം വേണമെന്ന് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് ആവശ്യപ്പെട്ടു. KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി കെട്ടിയാണ് വൈദ്യുതി ലഭിച്ചതെങ്കിൽ അത് കുറ്റകൃത്യമാണ്. സമാനമായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവാരമില്ലാത്ത രാഷ്ട്രീയം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് കോൺഗ്രസ്. അപകടമുണ്ടായാൽ ഉത്തരവാദി സർക്കാരല്ല. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ മോശമായ അഭിപ്രായമാണ്. തെരഞ്ഞെടുപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സമരവുമായി അവർ വന്നത്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സമരമാണ് കോൺഗ്രസിന്റേത്. അപകടമാണ് സംഭവിച്ചതെന്നും സ്വരാജ് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടക്കര.